ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങിയേക്കും. തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എത്തി കീഴടങ്ങാനാണ് സാധ്യത. സുപ്രീം കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്ന് നിയമോപദേശം ലഭിച്ചുവെന്നാണ് സൂചന. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 7.5 മണിക്കൂർ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖിനായി കൊച്ചി നഗരത്തിലും പുറത്തും പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. രാത്രിയിലും കാക്കനാടും ആലുവയിലുമുള്ള വീടുകളിൽ സിദ്ദിഖിനെ തേടി പോലീസ് എത്തി. സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഈ രാത്രി തന്നെ സിദ്ദിഖ് കീഴടങ്ങുമോ? ആ നിലയ്ക്കാണോ വിവരങ്ങൾ വരുന്നത്? സുപ്രീം കോടതിയെ സമീപിച്ചാൽ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന നിയമോപദേശം കൂടി ലഭിച്ചു എന്നാണല്ലോ റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അതല്ല, ആ കീഴടങ്ങൽ ഒഴിവാക്കി അതിനു മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും സജീവമായി ഉണ്ടല്ലോ ഇപ്പോഴും, അല്ലേ? രണ്ട് സാധ്യതകളും തള്ളിക്കളയാനാവില്ല വിജയകുമാർ. അതിലേക്ക് കടക്കും മുമ്പ് സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി പങ്കുവെക്കുകയാണ്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി അല്പസമയം മുമ്പ് കൂടി സിദ്ദിഖിന്റെ മകൻ ഈ രാത്രി വൈകിയും വീണ്ടും കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ഈ നിമിഷത്തിൽ ലഭിക്കുന്നത്. അതായത് ഇന്ന് പകൽ മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ച ബി രാമൻപിള്ളയുടെ ഓഫീസിൽ സിദ്ദിഖിന്റെ മകൻ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ രാത്രി വൈകിയുള്ള നേരത്ത് വീണ്ടും ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. അതായത് കീഴടങ്ങലിനുള്ള സാധ്യതകൾ തേടുന്നു. കീഴടങ്ങൽ അധികം വൈകാതെ തന്നെ ഉണ്ടായേക്കും എന്നുള്ളതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ രാത്രി വൈകിയും സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ജാമ്യഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഈ രാത്രിയും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ രാത്രി വൈകിയുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയാൽ നിലവിൽ ജാമ്യഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിപ്പകർപ്പിനുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഒപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. രാത്രി വൈകുന്നേരം നമ്മൾ ഈ അഡ്വക്കേറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ പോലും ഇന്ന് വൈകുന്നേരവും തീരുമാനമായിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് രാത്രി തന്നെ ഒരുപക്ഷേ കീഴടങ്ങലിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ എറണാകുളം നഗരത്തിലുള്ള ഓഫീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നേരത്തെ മടങ്ങിയിരുന്നെങ്കിലും അല്പസമയം മുമ്പ് വീണ്ടും ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കീഴടങ്ങൽ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തോട് നമുക്കിപ്പോഴും തള്ളിക്കളയാനാവില്ല. അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും കീഴടങ്ങുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു വ്യക്തതയില്ല. പക്ഷേ ആ സാധ്യത അവർ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. ഒരുപക്ഷെ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസിന് മുന്നിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ SITയുടെ ആസ്ഥാനത്തോ ഒക്കെ ഒരുപക്ഷെ സിദ്ദിഖ് കീഴടങ്ങിയേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനമായത് അല്പസമയം മുമ്പ് സിദ്ദിഖിന്റെ മകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി ഈ വൈകിയ രാത്രി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയതാണ്. തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാതെ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയേക്കുമെന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കീഴടങ്ങൽ തന്നെയാണ് അല്ലെങ്കിൽ കീഴടങ്ങൽ അല്ലാതെ മറ്റു മാർഗങ്ങൾ സിദ്ദിഖിന് മുന്നിൽ ഇല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. രാത്രി വൈകി കീഴടങ്ങാനുള്ള സാധ്യത. കീഴടങ്ങുന്നതിന് മുൻപ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം. അതിനിടെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സിദ്ദിഖിന്റെ മകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ച, ഇതൊക്കെ ഈ ഘട്ടത്തിൽ അതിൻ്റെയൊക്കെ വിവരങ്ങൾ വരികയാണ്. ഒരു പക്ഷേ രാത്രി തന്നെ നടൻ സിദ്ദിഖ് കീഴടങ്ങിയേക്കും പോലീസിന് മുൻപാകെ. അത് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ആകാം. സാധ്യതകൾ രണ്ടുമുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഈ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് തിരിച്ചടി ഉണ്ടാകും സുപ്രീം കോടതിയിൽ എന്നൊരു നിയമോപദേശം സിദ്ദിഖിന് ലഭിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ കീഴടങ്ങലിന് കളമൊരുങ്ങുന്നുണ്ട് എന്നതാണ് ഈ രാത്രി വൈകി വരുന്ന സൂചനകൾ. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.